അപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ 15ാമത്തെ ചാപ്റ്ററായിട്ടുള്ള റൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് പറയാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇറ്റ് ഈസ് സംതിങ്. ഇപ്പോൾ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? It is something that we are entitled to get as the citizen, as individuals, and as human beings. In this sense, the right is connected to what is due to us. പൗരന്മാരെന്ന നിലയ്ക്കോ വ്യക്തികളെന്ന നിലയ്ക്കോ മനുഷ്യരെന്ന നിലയ്ക്കോ നമുക്ക് ലഭിക്കേണ്ട ഒന്നാണ് നമ്മുടെ അവകാശം എന്ന രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഭരണഘടനയിൽ മനുഷ്യന്മാർക്ക് അവകാശങ്ങൾ നൽകിയിരിക്കുന്നു. ഈ അവകാശങ്ങളെല്ലാം തന്നെ നമുക്ക് 6 റൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊവൈഡിൻ്റെ ബേസിക് അനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എല്ലാ വ്യക്തികൾക്കും അവരവരുടെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ഷുഡ് ഹാവ് ദ റെക്കഗ്നൈസേഷൻ ഓഫ് ദ സൊസൈറ്റി. അവകാശങ്ങൾ എപ്പോഴും സമൂഹത്തിൻ്റെ ഒരു അംഗീകാരം ഉണ്ടായിരിക്കണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. റൈറ്റ് ആർ ദ നെസസറി ക്ലെയിം ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ലീഡ് എ ഡീസൻറ്റ് ആൻഡ് ഡിഗ്നിഫൈഡ് ലൈഫ്. അന്തസ്സുള്ള ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവകാശം കൂടിയേ തീരൂ. ഇനി അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റൈറ്റ് ഇൻക്ലൂഡഡ് ദ ഓൾ കണ്ടീഷൻസ് വിച്ച് വി തിങ്ക് ആസ് ദ സോഴ്സസ് ഓഫ് ദ സെൽഫ് റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി. അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിനും നമ്മുടെ ഉപജീവന മാർഗത്തിനുള്ള ഒന്നാണ് നമ്മുടെ അവകാശം. അവകാശം നമുക്ക് അത്യന്താപേക്ഷിതമാണെന്ന് പറയാൻ സാധിക്കുന്നു. For an individual economic freedom, for the necessary for the having a dignified life. ഭേദപ്പെട്ട ഒരു തൊഴിലുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നൽകുന്നു എന്ന് പറയാം. റൈറ്റ് ദ ഹെൽപ്പ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ടു ഡെവലപ്പ് ദി ടാലൻറ്റ് ആൻഡ് സ്കിൽസ്. അവകാശങ്ങളും തങ്ങളുടെ കഴിവുകളും സഹായിക്കാൻ അവകാശം നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഹെൽപ്പ് ആസ് ടു ഡെവലപ്പ് അവർ കപ്പാസിറ്റി. അപ്പം നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അവകാശവും യുക്തിചിന്തയും നമ്മുടെ വികസനത്തെയൊക്കെ വികസിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് പറയാം. ടു റീസൺ ആൻഡ് എനേബിൾ അസ് ടു ചൂസ് ദ ബെസ്റ്റ് ഇൻ അവർ ലൈഫ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് നമുക്ക് റൈറ്റ് എന്ന് പറയാം. ഇൻ ദിസ് സെൻസ് ദ എഡ്യൂക്കേഷൻ ക്യാൻ ബി കൺസിഡർഡ് ആസ് ദ യൂണിവേഴ്സൽ റൈറ്റ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സാർവത്രിക അവകാശത്തെയാണ് നമ്മൾ അവകാശം എന്ന പേരിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന വാക്കുകൊണ്ട് നമ്മൾ പറയുന്നത്. വി ഡു റൈറ്റ് കം ഫ്രം. അവകാശങ്ങൾ എവിടെ നിന്നായിരിക്കും ഉത്ഭവിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ലാസ്കി ദ റൈറ്റ് എമർജ്ഡ് ഈവൻ ബിഫോർ ദ ഒറിജിൻ ഓഫ് ദ സ്റ്റേറ്റ്. അവകാശങ്ങൾ രാഷ്ട്രത്തിൻ്റെ ആവിർഭാവത്തിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് ഉത്ഭവിച്ചു. അല്ലെങ്കിൽ അവകാശങ്ങൾ എന്ത് ചെയ്യുന്നു, നമുക്ക് നമുക്ക് ഒരു വ്യക്തി ജനിച്ചാൽ തന്നെ ആ വ്യക്തിക്ക് എന്ത് ചെയ്യുന്നു, ജന്മസിദ്ധമായിട്ടുള്ള അവകാശങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. The right which existed before the origin of the state are known as a natural right. രാഷ്ട്രത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് നിലനിന്നിരുന്ന അവകാശങ്ങളെയായിരുന്നു നമ്മൾ നൈസർഗിക അവകാശങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ റൈറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. They are supposed to be given by the nature. അത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അവകാശമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. The political philosophers of the 18th and 19th centuries like John Locke and Thomas Hobbes argued that rights were given by the nature. നമുക്ക് അവകാശങ്ങൾ ലഭിച്ചത് പ്രകൃതിയിൽ നിന്ന് അഥവാ ദൈവത്തിൽ നിന്നാണെന്ന് 18-19 നൂറ്റാണ്ടിലുള്ള രാഷ്ട്രീയ ചിന്തകരായിട്ടുള്ള ആരൊക്കെയാണ്? ലാസ്കി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജോൺ ഹോബ്സ് തുടങ്ങിയവരൊക്കെ എന്ത് ചെയ്തിരുന്നു, വാദിച്ചുകൊണ്ടിരുന്നു. ദേ ഐഡൻറ്റിഫൈ 3 നാച്ചുറൽ റൈറ്റ് ഓഫ് ദി മാൻ. മനുഷ്യന് പ്രകൃതിദത്തമായിട്ട് 3 തരത്തിലുള്ള അവകാശങ്ങളാണ് നിലനിന്ന് പോയിരുന്നത്. ദേ ആർ റൈറ്റ് ടു ലൈഫ്, ദേ ആർ റൈറ്റ് ടു ലിബർട്ടി, റൈറ്റ് ടു പ്രോപ്പർട്ടി. ഇപ്പം ജീവിതത്തിനുള്ള അല്ലെങ്കിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ടായിരുന്നു, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശങ്ങളെല്ലാം തന്നെയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. എന്നീ എല്ലാ അടിസ്ഥാന അവകാശങ്ങളെയും ഉരുത്തിരിഞ്ഞ് വന്നതാണെന്ന് നമുക്ക് പറയാം അവകാശങ്ങളായിട്ട്. ഇനി അടുത്ത ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശങ്ങൾ എന്നാൽ എന്താണ്?
at the present right are the seen as a necessary condition for having a good life. On the December 10, 1948, the General Assembly of UNO approved the Universal Declaration of the Human Right. From that day onwards, the December 10 is observed as the Human Right Day. അപ്പം 1948 ഡിസംബർ 10 UN പൊതുസഭ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകുകയും അന്ന് മുതൽ എല്ലാ വർഷവും ഡിസംബർ 10 നമുക്ക് മനുഷ്യാവകാശ ദിനമായിട്ട് നമ്മൾ ആചരിച്ചു വരികയാണ് ചെയ്തിരുന്നത്. അവകാശങ്ങൾ നിയമപരമായിട്ട് നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളിലും അംഗീകരിച്ചു വരികയും ടുഡേ ദ UN ഡിക്ലറേഷൻ ഓഫ് ദ ഹ്യൂമൻ റൈറ്റ് അറ്റംപ്റ്റ് ടു ബിൽഡ് ആൻഡ് അപ്ഹോൾഡ് ദ കോൺസെപ്റ്റ് ഓഫ് ദി ഹ്യൂമൻ റൈറ്റ്, അവകാശത്തെക്കുറിച്ചും സങ്കല്പത്തെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുവാനും നിർമ്മിച്ചെടുക്കുവാനും UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ശ്രമിച്ചു എന്ന് അല്ലെങ്കിൽ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇനി അടുത്ത് ലീഗൽ റൈറ്റ് ആൻഡ് ദി സ്റ്റേറ്റ്, നിയമപരമായിട്ടുള്ള അവകാശങ്ങളും രാഷ്ട്രങ്ങളും എന്നാൽ എന്താണ്? If claims of the people are to be converted into the right, there should be the support of the government and laws. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അവകാശവാദം വിജയിക്കണമെങ്കിൽ നിയമത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ നമുക്ക് ഉണ്ടായിരിക്കണം. For giving the legal recognition to the right, several countries included a bill the right in the constitution. ഇപ്പം അവകാശങ്ങൾ നിയമപരമായിട്ട് നമുക്ക് നൽകുന്നതിന് അവകാശ പത്രിക മിക്ക രാജ്യങ്ങളുടെ ഭരണഘടനയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഗ്യാരണ്ടീസ് ദ സർട്ടൻ റൈറ്റ് ടു ദി പീപ്പിൾ. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഒരുപാട് അവകാശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ട് എന്താണ് 6 റൈറ്റുകളാണെങ്കിലും ഒരുപാട് അവകാശങ്ങൾ നമുക്ക് ഉറപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. ദിസ് റൈറ്റ് ആർ കാൾഡ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. അവയെ നമ്മൾ മൗലിക അവകാശങ്ങൾ എന്ന പേരിലാണ് വിളിക്കുന്നത്. All other laws of the state and policies the government should recognize the right to guaranteed by the കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനകൾ രാജ്യത്തെ പരമോന്നത നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നതിനെയും അവകാശങ്ങൾ ലഭിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരങ്ങളായാലും അവയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇനി അടുത്ത കൈൻഡ്സ് ഓഫ് റൈറ്റ്, വിവിധ തരം അവകാശങ്ങൾ. ജനറലി റൈറ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. അപ്പം നിങ്ങൾക്ക് നമ്മുടെ നാച്ചുറൽ റൈറ്റ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഇത് 5 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 4 മാർക്കിനെങ്കിലും ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കൈൻഡ്സ് ഓഫ് റൈറ്റ് അല്ലെങ്കിൽ വിവിധ തരം അവകാശങ്ങൾ. ജനറലി റൈറ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. അവകാശങ്ങളെ പൊതുവെ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നു. ദേ ആർ നാച്ചുറൽ റൈറ്റ്, ലീഗൽ റൈറ്റ്, പ്രകൃതിദത്ത അവകാശങ്ങൾ, നൈസർഗിക അവകാശങ്ങൾ, മോറൽ റൈറ്റ് എന്നിങ്ങനെ 3 രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ അവകാശങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് 3ആയിട്ടാണ് തിരിക്കുന്നത്. അതിനകത്ത് നാച്ചുറൽ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ ഗിവൺ ബൈ ദി നേച്ചർ. പ്രകൃതിദത്ത അവകാശങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈസർഗിക അവകാശങ്ങളെയാണ് നമ്മൾ പ്രകൃതിദത്ത അവകാശങ്ങൾ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ മോറൽ റൈറ്റ് ആർ റൈറ്റ് ബേസ്ഡ് ഓൺ ദ മോറൽ കോൺഷ്യസ് ഓഫ് ദി പീപ്പിൾ. മനുഷ്യരുടെ ധാർമ്മികതയും നീതിബോധത്തിനെല്ലാം ഇമ്പോർട്ടൻസ് നൽകി മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ധാർമ്മിക അവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ റൈറ്റ് ആർ വിച്ച് ആർ ദ റെക്കഗ്നൈസേഷൻ ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ത്രൂ ദി ലോസ്. രാഷ്ട്ര നിയമങ്ങൾ അംഗീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ് നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത് ലീഗൽ റൈറ്റ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. നിയമപരമായിട്ടുള്ള അവകാശങ്ങളെ നമുക്ക് പ്രധാനമായിട്ട് പൊളിറ്റിക്കൽ റൈറ്റ്, സിവിൽ റൈറ്റ്, എക്കണോമിക് റൈറ്റ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നാളെ ബാലൻസ് നാളത്തെ അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും ഇടയ്ക്കൊക്കെ കയറി ശ്രദ്ധിക്കുക. ക്ലാസ്സുകളിലൊക്കെ പറയുന്ന കാര്യങ്ങളും പ്രധാനപ്പെട്ട നോട്ടുകളും നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പറയുന്ന പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.